ഈ കിസ്സിങ് കാരണം ഡെന്റൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മള് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിസ്സിങ്ങിനെ കുറിച്ചൊരു കമന്റ് നമ്മുടെ ഒരു കമന്റ് സെക്ഷനിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ കാരണം. ഒരുപാട് ബാക്ടീരിയാസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ വായ. അപ്പോ നമ്മുടെ പാർട്ട്ണറുമായിട്ടൊരു കിസ്സിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്നും മറ്റൊരു വായയിലേക്ക് ബാക്ടീരിയയുടെ ട്രാൻസ്മിഷൻ ഉണ്ടാവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ടാവും. അത് ശരിയാണ്. പല ആൾക്കാർക്കും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇന്റർചേഞ്ച് സംഭവിക്കാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അത് പോവാം. ബിക്കോസ് ഓഫ് സലൈവ അല്ലെങ്കിൽ ഡീപ്പ് കിസ്സിങ്ങിൽ കൂടെ ഒക്കെ സംഭവിക്കാം. പക്ഷെ പല ആൾക്കാർക്കും ഉള്ള സംശയം അതുകൊണ്ട് ഡെന്റൽ ഡിസീസസ് ഉണ്ടാവോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരാളുടെ ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് മറ്റൊരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പല്ലിന് കേടുണ്ടാക്കുന്നതാണെങ്കിലും മോണയ്ക്ക് കേടുണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ബട്ട് അതിനൊരു ചെറിയൊരു ക്യാച്ച് ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ മറ്റ് ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ ബോഡിയുടെ ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി എങ്ങനെ ഇരിക്കും എന്നും കൂടെ അതിനൊരു ഫാക്ടറാണ്. ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എങ്ങനെയായിരിക്കാം കിസ്സിങ്ങിലൂടെ വരുന്നത് എന്നുകൂടിയാണ്. ഹെർപ്പിസ് പോലത്തെ അസുഖങ്ങളൊക്കെ കിസ്സിങ്ങിൽ കൂടെ വളരെ പെട്ടെന്ന് വരാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെന്റൽ അസുഖങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാം. ചില സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ചിലപ്പോൾ നമ്മൾ കൊണ്ടു നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓടി നടന്ന് കിസ് ചെയ്യുന്ന നിങ്ങളുടെ ചങ്കിന് ഇതൊന്നും